പയറും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അരക്കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 1/4 കപ്പിനേക്കാൾ ഒരിത്തിരി കൂടുതൽ മാത്രം പയറെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടാക്കി നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പയറ് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി നമ്മൾ ഒരെണ്ണം ഒന്ന് വായിലിട്ട് കടിച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പൊട്ടി കിട്ടും. ആ ഒരു പരുവത്തിൽ വറുത്തൊന്ന് മാറ്റി വെക്കാം. വറുത്തിട്ട് ഞാൻ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ തന്നെ പൊടിക്കുന്നില്ല, നന്നായിട്ട് ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു 3-4 വറ്റൽമുളകും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറ്റൽമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് അതും ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ പയറിൻ്റെ ചൂടൊക്കെ ഒന്ന് പതിയെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പയറൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ വറുത്ത വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിയാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ടിട്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കുറച്ച് ഉള്ളിയാണ്. ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 3-4 ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, ഒരു 4 അല്ലി മതിയാവും കേട്ടോ, ചെറുതാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ആ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പുളി വേണം, അതുകൊണ്ട് ചെറിയൊരു പീസ് വാളംപുളിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചമ്മന്തിയൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ ചെറിയൊരു നനവ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുളി കുറച്ചൊന്ന് കുതിർത്തിട്ട് ആ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ചമ്മന്തി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാവും. പയറൊറ്റയ്ക്ക് കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചമ്മന്തിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒട്ടും മനസ്സിലാവില്ല കേട്ടോ പയറിൻ്റെ ആണെന്ന്. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നുമില്ല. പയറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ, ഒരുപാട് നേരമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.